Dear friends, welcome to my channel Inspired Souls. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന വിഷയം എന്ന് പറയുന്നത് റിവ്യൂസിനെ കുറിച്ചാണ്. പലപ്പോഴും പല റിവ്യൂസ് നമ്മൾ കാണാറുണ്ട്. യൂട്യൂബിലൊക്കെ ഓരോ സിനിമകൾ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകൾ വന്ന് റിവ്യൂ പറയുന്നതും പല രീതിയിലുള്ള റിവ്യൂസും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു റിവ്യൂകളുടെ കാലഘട്ടമാണ് ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നത്. അപ്പോൾ നല്ല സിനിമയ്ക്കും ചീത്ത സിനിമയ്ക്കും ഒക്കെ പല രീതിയിൽ പല അവരുടേതായ അഭിപ്രായങ്ങൾ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സിനിമയുടെ റേറ്റിംഗ് കൂടാനും കുറയാനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഈ റിവ്യൂ എന്ന് പറയുന്നത്? ഈ റിവ്യൂ എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു സർവേ തന്നെയല്ലേ? ഒരു സിനിമയെക്കുറിച്ച് ആളുകൾ എടുക്കുന്ന ഒരു സർവേ. ഇപ്പോൾ അതായത് ഒരു ടോപ്പിക് ആറ്റിറ്റ്യൂഡ് ടവേർഡ്സ് ഡൗറി, അതായത് സ്ത്രീധനത്തെക്കുറിച്ചുള്ള പൊതുജനത്തിൻ്റെ അഭിപ്രായം, അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി ഒരു സർവേ നടത്താം. ഇവിടെ നമ്മൾ ഒരു യൂട്യൂബറോ അങ്ങനെയുള്ള ഒരു വ്യക്തിയോ ഒരു സിനിമ തിയേറ്ററിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ആദ്യത്തെ ഷോ കഴിയുമ്പോഴോ ഇൻ്റർവെല്ല് കഴിയുമ്പോഴോ അവരുടെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായെങ്കിലും അവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ റിവ്യൂസ് ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പല റിവ്യൂസിലും മെജോറിറ്റി ആളുകൾ വന്ന് പറയുന്നത് അവർക്ക് സിനിമ നന്നായിരുന്നു, കുഴപ്പമുണ്ടായില്ല, നല്ല സിനിമയാണ് എന്നുള്ള രീതിയിൽ വളരെ നോർമലായിട്ടുള്ള രീതിയിലാണ് പലരും റിവ്യൂ പറഞ്ഞു പോകുന്നത്. പക്ഷേ എക്സെപ്ഷണലി കുറച്ച് 3-4 പേർ അതിനെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയും ആ മൂവി ഭയങ്കര ഫാന്റാസ്റ്റിക് ആണ്, അത് നിങ്ങൾ അതാണ് ഇതാണ് അതിനെക്കുറിച്ച് വർണ്ണനകൾ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 3-4-5 പേരിൽ പലരും അവരുടെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ പറയുന്നതായിരിക്കാം. പക്ഷേ ചിലപ്പോഴെങ്കിലും അതിൽ എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കണം, എൻ്റെ അഭിപ്രായങ്ങളെ മറ്റുള്ളവർ മാനിക്കണം, എൻ്റെ അഭിപ്രായങ്ങൾ വളരെ ഇതാണ് എന്നുള്ള രീതിയിൽ അത് ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റിയെ നമുക്ക് ഒരു പൂവൻകോഴിയോട് വേണമെങ്കിൽ താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പൂവൻകോഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അതിന് ഒരു പൂവുണ്ട് അല്ലേ, അത് നടക്കുമ്പോൾ ഒരു എടുപ്പുണ്ട്, നമ്മൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കും എന്നുള്ള രീതിയിൽ. സാധാരണ അതിൻ്റെ ജന്മന ഉള്ള ബൈ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഒരു പ്രത്യേകതയാണ് ഇത്. പക്ഷേ എന്താ പറയുക, അതിനെ കാണുമ്പോൾ അതിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു നടപ്പാണെന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഹിസ്ട്രിയോണിക് പേഴ്സണെ അതിനോട് താരതമ്യം ചെയ്യുന്നത്. ഒരു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഉള്ള ആൾ തന്നെ കൂടുതൽ മറ്റുള്ളവർ ശ്രദ്ധിക്കണമെന്നും താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്നും തന്നോട് മറ്റുള്ളവർ ആകർഷിക്കപ്പെടണമെന്നും മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ റിവ്യൂ പറയുന്ന ആളുകളിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ? അതാണ് നമ്മുടെ ആ ഒരു ചിന്താവിഷയം. അത് മുഖേന പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ വൈറലാകുമ്പോഴും മറ്റുമൊക്കെ ഈ ഒരു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റിയുടെ എലമെൻറ്റ്സ് അവരിലുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താവിഷയം. ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമകളൊക്കെ കാണാറുണ്ട്. സിനിമകൾ കാണുമ്പോൾ ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, രജനികാന്ത് ഒക്കെ എല്ലാം സൂപ്പർ സ്റ്റാർസാണ്. ഇപ്പോൾ നമ്മുടെ ഈ മമ്മൂട്ടി വളരെ വയസ്സായ മനുഷ്യനാണ്, നമുക്കറിയാം അല്ലേ, 10-70 വയസ്സായ മനുഷ്യനാണ്. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അദ്ദേഹം ഡൈ ഒക്കെ ചെയ്ത് നമുക്കൊരിക്കലും ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിലാണ് നമ്മളും അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്, അദ്ദേഹവും അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അതായതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ നടക്കുന്നത്. ഇപ്പോൾ രജനികാന്ത് എന്ന് പറയുന്ന നടൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ അവരത് ആക്സെപ്റ്റഡ് ആണ്. അതുകൊണ്ട് അദ്ദേഹം മുടി ഡൈ ചെയ്യുകയോ മറ്റേ വിഗ് വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ നോർമലായിട്ട് ഉള്ള രീതിയിൽ നടക്കുന്നു. അതൊരു കൾച്ചറിൻ്റെ പ്രത്യേകതയാണ്. അത് ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി അല്ല, അതൊരു കൾച്ചറിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ അദ്ദേഹത്തിന് മറ്റുള്ളവർ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം, ആ രീതിയിലുള്ള വേഷവിധാനങ്ങൾ ധരിച്ച് പോവുകയും മറ്റുള്ളവരെല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ ധരിക്കുമ്പോൾ അദ്ദേഹം മാത്രം വേറൊരു രീതിയിൽ ഇത് ധരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ആളുകൾ റെബല്യസ് ആവുകയും മറ്റ് റെവല്യൂഷണറി ആയിട്ടൊക്കെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഒരു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റിയുടെ എലമെൻറ്റ് കൂടി ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ നമ്മൾ റിവ്യൂസിലും മറ്റു കാര്യങ്ങളിലും ആളുകൾ പബ്ലിക്കായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ ഒരു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഉണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. സോ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.